പക്ഷേ രണ്ട് മലയാളികളായ നേതാക്കന്മാർ മലയാളത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് കേരളത്തെ സംബന്ധിച്ച് എത്രത്തോളം നല്ല കാര്യമാണ്. ഏറ്റുമുട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സുരേഷ് ഗോപി ഞാനിപ്പോൾ ഉദാഹരണം പറയും എത്ര ലാഘവത്തോടെയാണ് കണ്ടിരുന്നത്. അദ്ദേഹം ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് പറയണമെന്നൊക്കെ പറയുമ്പോഴും എനിക്ക് അദ്ദേഹത്തോട് സഹാനുഭൂതി സ്നേഹമുള്ള എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തെ ആ രീതിയിൽ കാണണം. അദ്ദേഹം പറയണ ഓരോ വാക്കിനെയും ഗൗരവത്തോടെ കണ്ടിട്ട് അത് വിലയിരുത്തിയിട്ട് അതിനനുസരിച്ചുള്ള പദപ്രയോഗങ്ങൾ ഞാൻ നടത്തേണ്ട കാര്യമില്ല. നമ്മൾ ഓരോ വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അതനുസരിച്ചല്ലേ പെരുമാറുന്നത്. അദ്ദേഹത്തിന് പകരം വേറൊരു രാഷ്ട്രീയ നേതാവാണത് പറഞ്ഞെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കുറേയും കൂടി ഗൗരവത്തോടെ പ്രതികരിക്കും. ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ അദ്ദേഹത്തിൻ്റെ പാർട്ടി കാണുന്നുണ്ടോ, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് കാണുന്നുണ്ടോ? ഉദാഹരണ പാർലമെൻറ്റിൽ കഴിഞ്ഞ വർഷം മുമ്പ് അദ്ദേഹം ഞാൻ ഈ ടൂറിസം സർക്യൂട്ടിനെ കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് 6 മാസം കഴിഞ്ഞ് അടുത്ത ബജറ്റ് വരും അപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ബജറ്റും വന്നു, കാണിക്കലുണ്ടായില്ല. ഞാനൊന്നും റേസ് ചെയ്യാൻ പോയില്ല. എന്താ കാരണം വെച്ചാൽ അതൊക്കെ സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേക വിനോദമായിട്ട് നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ എല്ലാവരെയും നിങ്ങൾ വളരെ ഗൗരവത്തിൽ എടുക്കരുത് എന്നോടൊരു അപേക്ഷയാണ്. അദ്ദേഹത്തിന് നമ്മൾ കുറേയും കൂടിയിട്ട് ഒരു എമ്പതിയോടെ, സിമ്പതി എന്നുള്ള വാക്കിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന എമ്പതിയാണ്, ഒരു അനുതാപത്തോടെ കാണാൻ നമ്മൾ ശ്രമിക്കണം, മാധ്യമങ്ങൾ ശ്രമിക്കണം.